നമുക്ക് മാന്തൽ ഫിഷ്, ഈ മീൻ കൊണ്ടൊരു മുളകിട്ടത് ഉണ്ടാക്കാം. അതിനായി മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 കിലോ മീനുണ്ട്. ഈ മാന്തൽ ഫിഷിന് സോൾ ഫിഷ് എന്നും മങ്കു ഫിഷ് എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇതിന്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം തക്കാളി അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം ഇഞ്ചി ചതച്ചത്, ഒരു 20 കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, പിഴുപുളി നെല്ലിക്ക വലിപ്പത്തിലുള്ളത് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, കല്ലുപ്പാണ് ഞാൻ ഈ കറി ചേർക്കുന്നത്, ആവശ്യത്തിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഉലുവയുടെ പൊടി ലാസ്റ്റ് ചേർക്കാനായി. പിന്നെ വേണ്ടത് ഒരു പാൻ എടുത്ത് നമുക്ക് ആദ്യം മസാലപ്പൊടികളൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടിയാണ് ഇതിനാവശ്യം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം നമുക്ക്. സ്റ്റവ് കത്തിച്ച് ഇത് ലോ ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കി എടുക്കുന്നു. ചെറുതായി ചൂടായാൽ മതി. ചെറുതായി ചൂടായിട്ടുണ്ട്. എല്ലാം ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1, 2. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ നമുക്ക് ഈ സൈഡിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചട്ടിയുടെ ചുറ്റിനും. ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിൽ 1/2 ടീസ്പൂൺ ഉലുവായിട്ട് പൊട്ടിക്കാം. ഉലുവ ചൂടാക്കുമ്പോൾ നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും 4 പച്ചമുളക് ഇതും കൂടെ ചേർക്കാം. വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. കൊച്ചുള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടുമ്പോൾ ചതച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഓയിലെല്ലാം കൂടെ ഒന്ന് വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടെ. ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സൈഡിലോട്ടാക്കി മസാലപ്പൊടി ചേർക്കാം. അത് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടിയെല്ലാം മൂത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം.
അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. അടപ്പം തുറക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. നല്ല തിള വരുന്നവർ ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടുപ്പ് തുറക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 3/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം. ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഒരു തിള വരുന്നവർ വെയിറ്റ് ചെയ്യാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാന്തൽ മീൻ ഓരോന്നായി പെറുക്കിയിടാം. വലിയ മീനൊക്കെ ഞാൻ ചെറുതായി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നല്ല തിള വരുമ്പോൾ കുറച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പും തുറക്കാം. കറിയെല്ലാം നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു. മാന്തൽ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇതിന്ന് കുറേ വറ്റും. നമുക്കിത് ലാസ്റ്റ് ഇതിൽ കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2 കറിവേപ്പില, 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇത് ഇരുന്ന് കുറേ വറ്റും. മാന്തൽ മുളകിട്ട് റെഡി. ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കുറച്ച് കഴിഞ്ഞ് തുറക്കാം. തണുക്കട്ടെ. മാന്തൽ മുളകിട്ടത് അഥവാ നന്ദു മീൻ മുളകിട്ടത് റെഡി. പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. മാന്തൽ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.